ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് നാൾ മുന്നേ ഞാനൊരു പെട്ടി പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അൽമാട്ടി പെട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞങ്ങൾ ഫെബ്രുവരിയിൽ ഒരു വെക്കേഷൻ പോയതായിരുന്നു കസാക്കിസ്ഥാനിലോട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 10 days വെക്കേഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ അത് എൻ്റെ ഫസ്റ്റ് വ്ളോഗായിരുന്നു. എനിക്ക് അപ്പോൾ ആക്ച്വലി അറിയത്തില്ല എന്നല്ല, വലിയ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത്, വ്ളോഗ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ എയർപോർട്ടിലൊക്കെ ഇരിക്കുമ്പോൾ വെറുതെ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അങ്ങനെ കുറേ ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു വന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കത്ര ഒരു കോൺഫിഡൻസ് തോന്നിയില്ല ആ വീഡിയോ ഒക്കെ ഇടാനായിട്ട്. എന്തോ ഒരു കംപ്ലീറ്റ് അല്ലാത്ത പോലെ, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത പോലെ അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു എനിക്ക്. അപ്പം ഞാനങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്ത കാരണം എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു. ഞാൻ ഇൻസ്റ്റയിലൊക്കെ എല്ലാം പോസ്റ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു, റീൽസും ഷോർട്സും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ വീഡിയോ വരാത്തത്, എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇതാണ് കാരണം, റീസൺ ഇതാണ്. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു, എല്ലാവർക്കും ഒരു ഫസ്റ്റ് ടൈം ഉണ്ട്. ഇപ്പം എൻ്റെ ഫസ്റ്റ് ടൈം അത് ഓക്കെ, ഇങ്ങനെയാണ് സംഭവിച്ചു. ഇപ്പം വീഡിയോസൊന്നും നല്ലതില്ലെങ്കിൽ പോലും അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. നെക്സ്റ്റ് ടൈം അത് നന്നായിട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ എനിക്ക് ഒത്തിരി കോൺഫിഡൻസ് തന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു, ശരിയാണ്, ഇപ്പോൾ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഒരു ഫസ്റ്റ് വീഡിയോ ഇടാതെ അവർ മുന്നോട്ട് വരില്ലല്ലോ. അപ്പം ഞാനും വിചാരിച്ചു, ശരി ആയിക്കോട്ടെ, എന്നാൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാരമില്ല, 10 വ്യൂ ആണെങ്കിൽ 10 വ്യൂ അത് മതി. അതായിരിക്കാം ചിലപ്പോൾ എനിക്ക് ആ ഒരു ബൂസ്റ്റ് കിട്ടിയത് അങ്ങനെയാണ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒരു സപ്പോർട്ടും എല്ലാം, വ്യൂ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റേതായാലും എല്ലാവരും തരുന്നൊരു സപ്പോർട്ടും കമൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. അപ്പോൾ ഞാൻ കരുതി ഞാൻ കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് ജസ്റ്റ് ഞങ്ങൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂരിൽ നിന്ന് കയറി ഞങ്ങൾ ഞങ്ങൾക്ക് ട്രാൻസിറ്റ് ആയിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് മുംബൈ ടു അൽമാട്ടി, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ മുംബൈയിൽ നിന്ന് അൽമാട്ടിയിലെത്തിയപ്പോൾ രാത്രി ഓൾമോസ്റ്റ് ഒരു 7:30 ഒക്കെ കഴിഞ്ഞു. അന്ന് നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. അന്ന് രാത്രി ഫുള്ള് സ്നോഫോളായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പുറത്തിറങ്ങി എൻജോയ് ചെയ്യാനുള്ളൊരു ആവതില്ലായിരുന്നു, ഭയങ്കര ടയേർഡായിപ്പോയി. അപ്പോൾ ഞങ്ങളങ്ങനെ രാത്രി ജസ്റ്റ് ഫുഡൊക്കെ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിൽ കിടന്നു ഉറങ്ങിയത് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അതേ രാവിലെ എണീറ്റപ്പോൾ ഫുള്ള് സ്നോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് സ്നോ ഒക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ മെയിനായിട്ടും ചെയ്തത് ഷോപ്പിംഗാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഗിയേഴ്സ്, നല്ലൊരു ബൂട്ടോ അല്ലെങ്കിൽ നല്ലൊരു ജാക്കറ്റോ ഗ്ലൗസോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ആദ്യത്തെ ദിവസം പോയത് ഷോപ്പിങ്ങിന് ഞങ്ങൾ അവിടുത്തെ മെഗാ മോളിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ വെറുതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ഇതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ഒരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ പോകുന്ന അതേ ഒരു ആംബിയൻസാണ്. ഫുള്ള് അറ്റ്മോസ്ഫിയർ ഫുള്ള് അങ്ങനെയാണ്. പിന്നെ ഈ മഞ്ഞും കൂടി പെയ്തിട്ട് ഈ കാറ്റടിക്കുമ്പോൾ കുഞ്ഞു മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കും ഫുള്ളായിട്ട്. മരത്തിലൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന മഞ്ഞ് താഴത്തോട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭയങ്കര രസമാണ് കാണാനൊക്കെ. ഞങ്ങൾ ആദ്യത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ആലിസ് ഇൻ വണ്ടർലാൻഡ് പോലെ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നടക്കുമായിരുന്നു. എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയാതെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫുൾ റോഡിൽ ഞങ്ങൾ നടന്നാണ് പോയത്. കാരണം ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് അറിയത്തില്ല. ഫുള്ള് ഞങ്ങൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഞങ്ങളങ്ങനെ നടന്ന് അങ്ങനെയാണ് പോയത് ഫസ്റ്റ് ഡേ. പിന്നെ ഞങ്ങൾ മെഗാ മോളിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേ എടുത്തതും. കാരണം ഞങ്ങൾക്കറിയാം ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് എന്തായാലും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ മെഗാ മോളിൻ്റെ അടുത്താണ് സ്റ്റേ എടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഷോപ്പിംഗ് ഭയങ്കര എളുപ്പമായിരുന്നു. അവിടെ നിന്ന് നടന്ന് പോകുക എന്നുള്ള ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നാൻ ഷവർമ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അത് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്, പക്ഷേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ കൂടുതലും റോൾ ഐറ്റംസാണ് കിട്ടുന്നത്. അപ്പോൾ രാഹുലും വീണയും കൂടി ടെങ്കെ എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. അപ്പോൾ കറൻസി ഞങ്ങൾ കൂടുതലും ക്യാഷാണ് അവിടെ ട്രാൻസാക്ഷൻ യൂസ് ചെയ്തത്. കാർഡ് ഞങ്ങൾ ആകെ മോളിൽ അങ്ങനെയൊക്കെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ റോൾ അടിപൊളിയായിരുന്നു.
ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു കോംബോ ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മോളിലോട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിനായിട്ട് മോളിൽ പോകണം. അപ്പം ഞങ്ങൾ കൂടുതലും ക്യാഷാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെ കറൻസി എങ്ങനെ എക്സ്ചേഞ്ചും കാര്യങ്ങളും, പിന്നെ അവിടെ നമുക്കെങ്ങനെ വിസ എങ്ങനെയാണ്, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഗൂഗിൾ മാപ്പിന് പകരം നമുക്ക് എന്താണ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള വീഡിയോസ്, അവിടെ പോകുമ്പോൾ എന്തൊക്കെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്ക് സ്റ്റേ ബുക്ക് ചെയ്യാം, ഹോട്ടൽ ബുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, Airbnb എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. കാരണം ഞങ്ങൾ ഒരു പാക്കേജോ അങ്ങനെ ഒന്നും എടുക്കാതെയാണ് പോയത്. ഞങ്ങൾ അത്രയും റിസർച്ച് ചെയ്ത് എന്നിട്ട് പോലും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെന്നപ്പോൾ നമുക്ക് തോന്നി ഇതിങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽ പറഞ്ഞുതരാം. പിന്നെ ഇത് ഓഫ് കോഴ്സ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ പ്രഹസനം ഉണ്ടാവുമല്ലോ, വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് നടക്കുന്നു, അതായിരുന്നു. കുറേ ദൂരം ഞങ്ങൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന മോൾ വരെ ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാനുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് അടിപൊളി വ്യൂ ആയിരുന്നു എല്ലാം. നമുക്ക് ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണല്ലോ, അപ്പോൾ അതിൻ്റേതായ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പുതിയ തരത്തിലുള്ള അപ്പാർട്ട്മെൻറ്റ്സ് കാണുമ്പോൾ, അവരുടെ പാർക്ക് കാണുമ്പോൾ, ഇതൊക്കെ ഒരു അപ്പാർട്ട്മെൻറ്റ് സൈഡിലുള്ള പാർക്ക്. പിന്നെ അവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ കുട്ടികളൊക്കെ നല്ല രസമാണ്. അവരിങ്ങനെ ജാക്കറ്റും ഹുഡി ജാക്കറ്റും പിന്നെ ആ കയ്യിൽ ഇതൊക്കെ ഇട്ടിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നടക്കുന്ന കാണാൻ ഇങ്ങനെ ഭയങ്കര രസമാണ്. ഇത് ഞങ്ങൾ നടന്ന് അവസാനം മോളിലെത്തി. മോളിൽ നിന്ന് ഞങ്ങൾ കൂടുതലും ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഗ്രീൻ മാർക്കറ്റിൽ നിന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യാം എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ അതിന് മുന്നേ ഞങ്ങൾ മെഗാമാളിൽ ഒന്ന് പോയി കണ്ട് അവിടുത്തെ കാര്യങ്ങൾ സിം എടുക്കണം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ എല്ലാം നോക്കി വെക്കാം, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ഗ്രീൻ മാർക്കറ്റിൽ പോകുമ്പോൾ കമ്പയർ ചെയ്തിട്ട് അങ്ങനെ മേടിക്കാം എന്നൊക്കെയുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഞങ്ങൾ മെഗാ മോളിൽ പോയപ്പോൾ ഞങ്ങൾക്ക് നല്ല ഡീല് കിട്ടി. അതായത് ജാക്കറ്റൊക്കെ ആയാലും ഓൾമോസ്റ്റ് അവരുടെ വിൻ്റർ ടൈം കഴിയാറായിരുന്നു. അപ്പോൾ അവർ ഓൾമോസ്റ്റ് കുറേ സാധനങ്ങൾക്ക് 70% 60% ഒക്കെ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബൂട്ടും ജാക്കറ്റും ഗ്ലൗസും ഒക്കെ എല്ലാവരും ഹാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയത് മോളിൽ നിന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടി ബൂട്ടൊക്കെ ആയാലും ട്രൈ ചെയ്ത് വാങ്ങാൻ പറ്റുന്നത് നമുക്ക് മോളിൽ പോയാലാണ്. ഗ്രീൻ മാർക്കറ്റിൽ പോയാൽ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്ത് വാങ്ങാനോ അല്ലെങ്കിൽ നമ്മളുടെ സൈസിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ പിന്നെ തിരക്കുമാണ്, ഒത്തിരി തിരക്കുണ്ടാവും. അപ്പോൾ മോളിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് സൗകര്യം. പിന്നെ ഇതുപോലെ വിൻ്ററിൻ്റെ എൻഡ് ആകുമ്പോൾ അവരൊത്തിരി ഓഫറൊക്കെ വെക്കും, അവർക്ക് വിറ്റ് ഇതാക്കാനുള്ള ഓഫറൊക്കെ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഡീലിനാണ് ഞങ്ങളുടെ ജാക്കറ്റും ബൂട്ടും ഒക്കെ കിട്ടിയത്. ഞങ്ങൾ മെഗാ മോളിൽ തന്നെ ഉള്ളൊരു ഷോപ്പിലിങ്ങനെ ഓരോന്നും നോക്കുമായിരുന്നു, ഗാഡ്ജറ്റ്സൊക്കെ. രാഹുലിങ്ങനെ സ്പീക്കറും ഡ്രോണും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു, വെറുതെ നോക്കിയതാ റേറ്റ് കമ്പയർ ചെയ്യാനായിട്ട്. അപ്പം നമുക്കങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വരണം അങ്ങനെയൊന്നുമില്ല. റേറ്റൊക്കെ ഓൾമോസ്റ്റ് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, വലിയ ഇതൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വെറുതെ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടന്നു. പിന്നെ സിം എടുത്തു, രാഹുലും ഒരു സിം എടുത്തു, വീണയും ഒരു സിം എടുത്തു. പിന്നെ നെറ്റിനും റീചാർജ് ചെയ്തു. പിന്നെ അപ്പോൾ കോളൊക്കെ നമ്മൾ ചെയ്യുന്നത് നെറ്റ് വാട്സാപ്പ് കോളൊക്കെ തന്നെയായിരുന്നു. വീട്ടിലോട്ടൊക്കെ വിളിക്കുമ്പോൾ വാട്സാപ്പ് കോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ കൂടുതലും നമുക്ക് എല്ലായിടത്തും അവർക്ക് ഇത് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറയുമ്പോൾ അത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഏത് സിമ്മാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഒറിജിനൽ ആ വീഡിയോ ഇടാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ല. ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ കസാക്ക് പോകാൻ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ കുറേ ഇങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാ യൂട്യൂബിലും ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് ഗാഡ്ജറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര നല്ലതാണെന്ന്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം നമ്മളിപ്പം ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ പോയി ഇത്രയും ഗാഡ്ജറ്റ്സൊക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അങ്ങനെ വലിയ ലാഭമുണ്ടെന്ന് അതിലെനിക്ക് തോന്നിയില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ചെറിയൊരു ഡിഫറൻസ്, പ്രൈസ് വേരിയേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളെല്ലാം ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പോയി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വെറുതെ കിച്ചൺ യൂട്ടൻസിൽസൊക്കെ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് അവിടെയൊക്കെ കയറി ഒന്ന് പ്രൈസൊക്കെ നോക്കി. പിന്നെ അവിടെ കുറേ ഗെയിമേഴ്സിനൊക്കെ പറ്റിയ കുറേ ഫങ്കി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി സാധനങ്ങൾ. നമുക്ക് നാട്ടിൽ അത്രയും ഓപ്ഷൻസൊക്കെ കുറവാണല്ലോ, പക്ഷേ അവിടെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഇവൻ കീബോർഡ്സൊക്കെ ആയാലും പ്രോഗ്രാമേഴ്സിനൊക്കെ പറ്റിയ അടിപൊളി കീബോർഡ്സ്, നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ ജാക്കറ്റും, ഇത് ഫസ്റ്റ് ഞങ്ങൾ സിം എടുക്കാൻ വേണ്ടി കയറിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജാക്കറ്റും ബൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്ത് അത്യാവശ്യം കുറച്ച് നോക്കി മേടിക്കുന്ന സാധനമാണല്ലോ, അപ്പം എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഫുള്ള് ഷോപ്പിങ്ങും കറക്കവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. സെക്കൻഡ് ഡേ തൊട്ടാണ് ഞങ്ങൾ കസാക്കിസ്ഥാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.